ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം പോലും ഒരു വലിയ യുദ്ധമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് സത്യത്തിൽ ഒരു ചെറിയ യുദ്ധം തന്നെയാണ്. വലിയ വലിയ യുദ്ധങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇന്ത്യയും ചൈനയും ഇപ്പോൾ തത്വത്തിൽ സമാധാനപരമായിട്ട് പോകുന്നു എന്ന് കരുതാമെങ്കിലും അടുത്ത 10 വർഷത്തിനകത്ത് ഒരു യുദ്ധത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ വലിയ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലെ കരയിലോ കടലിലോ ആകാശത്തോ ഒതുങ്ങി നിൽക്കില്ല, അത് സ്പേസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടതാണ് 2020 അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 2024 ചൈന പീപ്പിൾസ് ലിബറേഷൻ ആർമി എയറോസ്പേസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്തു. റഷ്യൻ സ്പേസ് ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇതിലൊക്കെ മുമ്പ് 2015 തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. 2019 ഫ്രഞ്ച് സ്പേസ് കമാൻഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കി. ഇറാനും കൊളംബിയയും എല്ലാം ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, 2018 ഇന്ത്യ ഡിഫൻസ് സ്പേസ് ഏജൻസി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫോഴ്സ് അല്ല എന്നുണ്ടെങ്കിലും ഇന്ത്യൻ മിലിറ്ററിയുടെ സ്പേസ് ഓപ്പറേഷൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഏജൻസി നമ്മളും ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് ചൈനയുമായിട്ടോ അമേരിക്കയുമായിട്ടോ റഷ്യയുമായിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ശക്തമായ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സ് അല്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹിരാകാശ അധിഷ്ഠിതമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, അതായത് സ്പേസ് ബേസ്ഡ് സർവൈലൻസ് കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യ പരിഗണിക്കുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ ഇന്ത്യൻ എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് ആയിട്ട് മാറ്റുക എന്നുള്ളത്. അതിനോടനുബന്ധമായിട്ടാണ് നമ്മുടെ സ്വന്തം ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സർവൈലൻസ് സാറ്റലൈറ്റുകൾ മിലിറ്ററി ആവശ്യത്തിന് വേണ്ടി മാത്രമായി വിക്ഷേപിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. നമ്മൾ കരയിലും കടലിലും ആകാശത്തുമുള്ള നമ്മുടെ യുദ്ധശേഷികളും നമ്മുടെ ആസ്തികളും വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം പണം ചെലവാക്കുന്നുണ്ട്. അതിവേഗം ആ മേഖലയിൽ നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ബഹിരാകാശ ആസ്തികൾ വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കവും നമ്മുടെ ഭാവിയിലെ യുദ്ധശേഷി അങ്ങേയറ്റം ശക്തിപ്പെടുത്തുന്നതിനുള്ള നമ്മുടെ ശക്തമായ ഒരു ചുവടുവയ്പ് തന്നെയാണ് എന്നാണ് വിദഗ്ധരും പറയുന്നത്. കാർഗിൽ യുദ്ധ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ഒരു GPS സംവിധാനം നമുക്കില്ലായിരുന്നു. അന്ന് നമ്മൾ അമേരിക്കയോട് കെഞ്ചി ചോദിച്ചു ആ GPS സംവിധാനം ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾ സ്വന്തമായിട്ട് ഒരു GPS സംവിധാനം ഡെവലപ്പ് ചെയ്തു. നമ്മുടെ ഗഗൻ, നാവിക് എന്നീ GPS സംവിധാനങ്ങൾ കൂടാതെ അങ്ങേയറ്റം കഴിവുള്ള ആധുനികമായ റിമോട്ട് സെൻസിങ് കഴിവുകളും നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തു. അങ്ങനെ ഈ കഴിവുകളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളതിന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ചൈനയും പാകിസ്ഥാനും ശത്രുക്കളായിട്ട് ഒരു പക്ഷത്തുണ്ട്. അപ്പുറത്തിപ്പോൾ അതിൻ്റെ കൂടെ ബംഗ്ലാദേശും ചേർന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യക്കിട്ട് പാര വയ്ക്കാൻ വേണ്ടി അമേരിക്കയും മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ആഗോളതലത്തിലുള്ള നിരീക്ഷണ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ് നമുക്ക് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു യുദ്ധസമയത്ത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ ഹാക്ക് ചെയ്യപ്പെടാതെ സംരക്ഷിക്കേണ്ട ചുമതലയും നമുക്ക് അതീവ പ്രധാനമാണ്. അതേസമയം ശത്രുക്കളുടെ അന്തർവാഹിനികളുടെയും മറ്റുള്ള സംശയാസ്പദമായ പ്രവർത്തനങ്ങളെയും എല്ലാം കണ്ടെത്താനും അതിനെയൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള കഴിവ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് ഇന്ന് അത്യന്താപേക്ഷിതമാണ്. ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് AI ഈ ഉപഗ്രഹങ്ങളുമായിട്ട് നമ്മൾ സംയോജിപ്പിക്കുന്നത്. ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഭൂമിയിൽ ഇരുന്നിട്ടുള്ള മനുഷ്യൻ്റെ ഇൻപുട്ടിൻ്റെ ആവശ്യകത ഒരുപാട് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലും വളരെ മികച്ച രീതിയിലുമുള്ള ഡേറ്റ ശേഖരണവും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവുകൾ നമുക്ക് വർദ്ധിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഒരു യുദ്ധസമയത്ത് കാര്യങ്ങൾ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ മാറി മറിയും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഉപഗ്രഹങ്ങളെ വളരെ വേഗത്തിൽ നമ്മുടെ ആവശ്യാനുസരണം പുനഃക്രമീകരിക്കാനും നമുക്ക് സാധിക്കും. ഈ 50 സാറ്റലൈറ്റുകളെ പലയിടത്തായിട്ട് വിന്യസിക്കുന്നതിലൂടെ നമുക്ക് ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ എപ്പോഴും ലഭിക്കുന്നതാണ്. ഇതുമൂലം കരയിൽ നിന്നോ കടലിൽ നിന്നോ ആകാശത്ത് നിന്നോ ഈവൻ സ്പേസിൽ നിന്ന് പോലും നമുക്ക് നേരെ വരുന്ന ഓരോ ആക്രമണത്തെയും മുൻകൂട്ടി കാണുവാനും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി ക്രമീകരിക്കാനും അങ്ങനെ വിജയകരമായ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താനും വളരെ വേഗത്തിൽ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇന്ത്യയെ കൂടുതൽ സ്വാശ്രയമാക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, പുറത്തു നിന്നുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഭീഷണികൾ കണ്ടെത്താനും പ്രതികരിക്കാനുമുള്ള നമ്മുടെ കഴിവ് ഒരുപാട് മെച്ചപ്പെടുത്തും.
2019 നമ്മൾ ASAT പരീക്ഷിച്ചത്, ആൻറ്റി സാറ്റലൈറ്റ് ടെക്നോളജി. അതായത് ശത്രുക്കളുടെ സാറ്റലൈറ്റുകളെ നമ്മൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്യാനും അതിനെ വെടിവെച്ചിടാനുമുള്ള കഴിവ് ഡെവലപ്പ് ചെയ്ത 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ എയർ ആൻഡ് സ്പേസ് ഫോഴ്സിലേക്ക് മാറ്റുന്നത് വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. താമസിയാതെ തന്നെ ഈ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായൊരു വാർത്ത. ആന്റണി യുദ്ധത്തിൽ ബഹിരാകാശം അങ്ങേയറ്റം സങ്കീർണമാകുമ്പോൾ, അല്ലെ അങ്ങേയറ്റം നിർണായകമാകുമ്പോൾ, ഇന്ത്യൻ എയർഫോഴ്സ് അതിൻ്റെ ഇൻ്റലിജൻസ്, നിരീക്ഷണം, ആശയവിനിമയം, നാവിഗേഷൻ ഇതിനെല്ലാമായിട്ടും ഈ ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് മാത്രമല്ല, നമ്മുടെ നാവിഗേഷൻ സംവിധാനത്തിലെ ഇംപ്രൂവ്മെൻറ്റ്സ്, വളരെ കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചനം, ബഹിരാകാശത്തെ ട്രാഫിക് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഉൾപ്പെടുന്ന വളരെ നൂതനമായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സും ISROയും DRDOയും പോലെയുള്ള സംഘടനകളെല്ലാം ഇന്ന് ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 മിലിറ്ററി സാറ്റലൈറ്റുകളാണ് നമ്മൾ വിക്ഷേപിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അടുത്ത 7-8 വർഷത്തിനുള്ളിൽ 100-ലധികം സൈനിക ഉപഗ്രഹങ്ങൾ നമുക്കുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. 2019 നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡിഫൻസ് സ്പേസ് ഏജൻസി ഇന്ത്യയുടെ ബഹിരാകാശ കഴിവുകളെ വളരെയധികം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ ബഹിരാകാശ കമാൻഡായിട്ട് പരിണമിക്കും. ഇന്ത്യ അതിൻ്റെ കര, കടൽ, ആകാശം ആൻഡ് സ്പേസ് യുദ്ധത്തിൽ ഭാവിയിലെ എല്ലാ വെല്ലുവിളികളും നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിന് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അത്രയും വലിയ ഒരു ആംസ് എക്സ്പോർട്ടറായിട്ട് ഇന്ത്യ മാറുകയാണ്. ഏതായാലും ഇന്ത്യ അതിവേഗം കുതിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സുഹൃത്തുക്കളെ. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.